യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് അബിത. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, കണ്ണൂർ തലശ്ശേരി. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് 13/11/2023 എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സങ്കടകരമായ ഇതായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡാണ് ജയകുമാർ. ഹസ്ബൻഡും ഞാനും 8 വർഷമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലുള്ള കോണ്ടാക്റ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേറൊരു വഴിയില്ല, എൻ്റെ മോളെയും കൊണ്ട് ജീവിക്കാൻ എനിക്ക് വേറൊരു ഇതുമില്ല, എനിക്കെൻ്റെ ജീവിതം തിരിച്ചു തരണമേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചു. 8 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് IVDP എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് 3-ാമത്തെ വർഷത്തെ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണുകയും അവിടെ നിന്ന് ഹസ്ബൻഡ് അതിനുശേഷം എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുകയാണ് ചെയ്തത്. മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നത്. ഇതിനുശേഷം എനിക്ക് വീടോ വസ്തുവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കയറി താമസിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് അത് ഉടമ്പടിയായിട്ട് വെച്ചു. മാതാവ് എനിക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ എനിക്ക് വസ്തു വാങ്ങാൻ കഴിഞ്ഞു. ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരൻ ഞാനുമായിട്ട് ഒരുപാട് അകന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നത് കൃപാസന മാതാവിൻ്റെ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കും പിന്നെ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. എൻ്റെ അനുഭവം പറഞ്ഞു തന്നെയാണ് ഞാൻ എല്ലാവർക്കും പത്രം നൽകുന്നത്. പത്രം നൽകുമ്പോൾ ദൈവമേ, ഇത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലെ ഈ പത്രം കിട്ടിയ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ മാതാവിൻ്റെ പത്രം എല്ലാവർക്കും നൽകിക്കൊണ്ടിരുന്നത്. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ക്യാൻസർ സെൻ്ററാണ്. അവിടെ വരുന്ന രോഗികൾക്ക് മാതാവിൻ്റെ വിശ്വാസമുള്ള രോഗികൾക്കും അല്ല ഞാൻ അതിനു മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു ഹിന്ദുവാണേ. രോഗികൾക്ക് ഞാൻ ഇവിടുന്ന് തന്ന ദിവ്യ തൈലം പൂശുകയും മാതാവിൻ്റെ ഉപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ നടത്താറുണ്ട്. പിന്നെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പോയി 3-ാമത്തെ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഉച്ച സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഞാൻ വാതിലൊക്കെ കുറ്റിയിട്ടിട്ടാണ് കിടക്കുന്നത്. ഞാനും എൻ്റെ മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്ക് ചെയ്തിട്ട് കിടന്നപ്പോൾ ഞാൻ മൊത്തം ഉറക്കത്തിലല്ല, വാതിൽ തുറന്നിട്ടില്ല. എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ നോക്കി ചിരിച്ചിട്ട്, ഞങ്ങൾ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്, മാതാവ് എന്നെ നോക്കി ചിരിച്ച് പടി ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നതിന് ശേഷം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായി ചെയ്യുന്നത് അനാഥാലയം. ഞങ്ങൾ തലശ്ശേരിയിലൊരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിൽ അമ്മമാർക്ക് മാസത്തിൽ ഓരോ ചാക്ക അരി വാങ്ങിക്കൊടുത്തും ഫുഡ് കൊടുക്കുകയും പിന്നെ അവർക്ക് വസ്ത്രങ്ങൾ എൻ്റെ നാട്ടിൽ അനാഥാലയമുണ്ട്. അവിടുത്തെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങളും അമ്മമാർക്ക് വസ്ത്രങ്ങളും ദാനം ചെയ്യാറുണ്ട്. പിന്നെ റോഡിൽ കൂടി പോകുമ്പോൾ ആരെങ്കിലും വിശന്നിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്ത് അവർക്ക് ആഹാരം വാങ്ങി കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ അതിൽ കൂടെ മാതാവിൻ്റെ കാശുരൂപവും ബൈബിളും ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വഴി ഒരു 5 ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെ കാര്യങ്ങളും മാതാവ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് എല്ലാവരുടെ ആഗ്രഹങ്ങൾ നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി.
ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ധനവാനായിട്ടുള്ള മനുഷ്യനെക്കുറിച്ചാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, അതിനുശേഷം 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മളോട് അബിത എന്ന സഹോദരി ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയും പറയുന്നത് തന്നെയാണ്, മനുഷ്യന് അസാധ്യമെന്ന് കരുതിയത് ഉടമ്പടിയിലൂടെ ദൈവത്തിന് സാധ്യമാകുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് ഈ കുടുംബത്തിന് ഒന്നടക്കം കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. ഈ സഹോദരി ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തകർച്ചയുടെ അനുഭവത്തിൽ ആയിരുന്നു എന്നുള്ളത് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ പ്രാരംഭത്തിൽ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. വേദനയോടുകൂടി കണ്ണീരോടുകൂടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നു. ഉടമ്പടി എടുക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വിശുദ്ധമായിട്ട് താൻ ജീവിക്കാമെന്ന് താൻ ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുക്കുകയും ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരി കാണുകയാണ്. പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ കടന്നു വരുന്നതും അതുപോലെ തന്നെ സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മ അറിയിക്കുന്നതും ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ പരിമളമാണ് സുഗന്ധാഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സുഗന്ധാഭിഷേകം ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണോ വിശുദ്ധമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചത്, അതുപോലെ വിശുദ്ധമായിട്ട് ജീവിക്കുവാനായിട്ട് സുഗന്ധാഭിഷേകം ലഭിച്ച ഓരോ വ്യക്തിയെയും പരിശുദ്ധ അമ്മ സ്വാഗതം ചെയ്യുകയാണ്. ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നു, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളത്. തൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട്, തൻ്റെ ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അനേകർക്ക് സാന്നിധ്യമായിട്ട്, അനേകർക്ക് അനുഗ്രഹമായിട്ട് കടന്നു ചെല്ലുവാനായിട്ട് സഹോദരിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ താൻ വഴിയായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അനേകരെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ സഹോദരി തയ്യാറാകുന്നു. അങ്ങനെ ദൈവത്തിനും ദൈവരാജ്യത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ഉടമ്പടി വഴിയായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഉടമ്പടി നിയോഗങ്ങളിൽ ദൈവികമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, അബിത എന്ന സഹോദരിയുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇരുകരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.